ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താകുമെന്ന് വലിയ ജിജ്ഞാസയോടെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം വലിയ വാദപ്രതിവാദങ്ങളാണ് ഈ വോട്ടെടുപ്പിന് മുമ്പേ ഒക്കെ ഉണ്ടായത്. ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥി സൊഹ്റാൻ മംദാനിയെ സംബന്ധിച്ചാണ് ഒട്ടനവധി ചർച്ചകൾ ഉണ്ടായത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണങ്ങളാണ്. ഡൊണാൾഡ് ട്രംപ് ഒരു ഭീഷണിയൊക്കെ മുഴക്കിയിരുന്നു. അതിനെ വളരെ പരിഹാസത്തോടു കൂടിയാണ് മംദാനി കാണുകയും ചെയ്തത്. അപ്പോൾ മംദാനി മേയർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇത് വോട്ടർമാർക്ക് ഇത് സംബന്ധിച്ചൊരു മുന്നറിയിപ്പ് നൽകി. സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകളിലൊക്കെ അദ്ദേഹം ഇത് തുറന്നു പറയുകയും ചെയ്തു. അപ്പോൾ 34-കാരനായ ഇന്ത്യൻ വംശജനാണ് മംദാനി. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം ഇന്ത്യൻ വംശജനാണെങ്കിലും ഉഗാണ്ടയിൽ ജനിക്കുകയും അമേരിക്കയിൽ സ്ഥിരപൗരത്വമൊക്കെയുള്ള ആളാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആ പ്രചരണത്തെ ഭയക്കുന്നു, അതുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തുന്നത് എന്നൊക്കെയാണ് മംദാനി അന്ന് പറഞ്ഞത്. അപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ, ന്യൂയോർക്കിലെ സാധാരണക്കാരുടെയൊക്കെ കാര്യങ്ങളാണ് താൻ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അവിടെ സാധാരണക്കാരുടെ ജീവിതത്തിലെ പ്രതിസന്ധി, ജീവിത ചെലവ്, ഇതൊക്കെ ആണ് കണ്ടെത്തിയിട്ടുള്ളത്. അതാണ് ട്രംപിനെ ഭീഷണിപ്പെടുത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ട്രംപിൻ്റെ ഭീഷണി ഈ ഒരു കാര്യങ്ങളൊക്കെ താൻ പറയുന്നത് കൊണ്ടാണ് എന്ന് മംദാനി പറയുന്നു. മാത്രമല്ല, ട്രംപിൻ്റെ ഒരു നിലപാടിൽ നിന്ന് താൻ തികച്ചും വ്യത്യസ്തനാണ് എന്ന് സൊഹ്റാൻ മംദാനി പറയുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം ഒരു വൈറ്റ് ഹൗസ് ബോൾറൂം നിർമ്മിക്കാൻ $300 മില്യൺ ചിലവഴിക്കും. പക്ഷേ ഞങ്ങൾ അത് 1 ലക്ഷത്തോളം വരുന്ന ന്യൂയോർക്കുകാർക്ക് SNAP ആനുകൂല്യങ്ങൾ നൽകാൻ ഉപയോഗിക്കും എന്നാണ് മംദാനി പറയുന്നത്. അപ്പോൾ SNAP എന്ന് വെച്ചാൽ ഈ സപ്ലിമെൻ്റൽ ന്യൂട്രീഷൻ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന ഒരു പദ്ധതിയാണ്. അത് പാവപ്പെട്ടവർക്ക് ഭക്ഷ്യസാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ, ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ ഉതകുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിന് പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾക്ക് വലിയ പ്രാധാന്യം താൻ കൊടുക്കും എന്നാണ്. ഇപ്പോൾ ഈ ബോൾറൂം നിർമ്മിക്കുന്നതിനേക്കാൾ സാധാരണക്കാരൻ്റെ, പട്ടിണിക്കാരൻ്റെ ഒക്കെ പ്രശ്നമാണ് താൻ ഉന്നയിക്കാൻ പോകുന്നതെന്നാണ് മംദാനി പറയുന്നത്. അപ്പോൾ ഈ മംദാനിയുടെ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ വലിയ ചർച്ചയായി. അങ്ങനെ അദ്ദേഹം വിജയിച്ചാൽ ന്യൂയോർക്കിലേക്ക് ഒരു ഫെഡറൽ ഫണ്ടിങ്ങും കിട്ടില്ല എന്നിപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ US പ്രസിഡന്റ് ഇത് പറഞ്ഞു. ഇത് എത്ര കണ്ട് അദ്ദേഹം നടപ്പിലാക്കും എന്നറിയില്ല. പക്ഷേ അതിനെയൊക്കെ മംദാനി പരിഹസിക്കുകയും ചെയ്തു. മുൻ ന്യൂയോർക്ക് സ്റ്റേറ്റ് ഗവർണർ ആൻഡ്രൂ ക്യുമോ ആണ് അദ്ദേഹത്തിൻ്റെ എതിരാളി. ആൻഡ്രൂ ക്യുമോനെയാണ് ട്രംപ് പിന്തുണയ്ക്കുന്നത്. ഇപ്പോൾ മംദാനി എതിർക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അയാളുടെ നിലപാടുകളൊക്കെ കമ്മ്യൂണിസ്റ്റ് നിലപാടുകളാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഈ മഹത്തായ നഗരത്തിന് യോജിച്ച ആളല്ല എന്ന് ട്രംപ് പറയുന്നു. മംദാനി ജയിച്ചാൽ ഇത് ഒരു സമ്പൂർണ്ണമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ നഗരം പോകും എന്ന് ട്രംപ് അവിടുത്തെ ആളുകളെ ഓർമ്മിപ്പിക്കുന്നു. ഇത് ശക്തമായി താൻ ആ നിലപാടെടുക്കും എന്നൊക്കെ ട്രംപ് പറയുകയും ചെയ്യുന്നു. ഇതിൽ മംദാനി തിരിച്ചടിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കക്കാർക്ക് പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മംദാനി അത് സാധാരണക്കാരൻ്റെ ഭാഷയിൽ അത് തിരിച്ചടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ന്യൂയോർക്ക് നഗരത്തിന് നൽകേണ്ട പണമാണ്, അത് തടഞ്ഞു വയ്ക്കുമെന്ന് ട്രംപ് പറയുന്നു. അത് തങ്ങളുടെ അവകാശമാണ്. ഏത് സംസ്ഥാനത്തിനാണോ പണം ലഭിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അല്ല എന്നൊക്കെ മംദാനി പറയുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഇത് ഞങ്ങൾക്ക് ലഭിക്കേണ്ട പണമാണ്, അതിനായി ഞങ്ങൾ പോരാടും എന്നൊക്കെയുള്ള ഒരു വിപ്ലവകാരിയുടെ ചില വാക്കുകളൊക്കെ നമുക്ക് ഈ മംദാനിയുടെ പ്രതികരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ട്രംപ് ക്യുമോയെ അംഗീകരിച്ചതോടെ മംദാനി ശക്തമായ നിലപാട് ട്രംപിനെതിരെയും സ്വീകരിക്കുകയാണ്. ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ അധികാരത്തിലെത്തിച്ച ശതകോടീശ്വരന്മാരൊക്കെ ഇപ്പോൾ ആൻഡ്രൂ ക്യുമോയ്ക്ക് ധനസഹായം നൽകി എന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ ഇത് പ്രൈമറിയിൽ നടക്കുമ്പോൾ തന്നെ തനിക്കിത് അറിയാം എന്നൊക്കെയാണ് ഇപ്പോൾ മംദാനി പറയുന്നത്. ഏതായാലും സൊഹ്റാൻ മംദാനിക്ക് ഒരു വലിയ പിന്തുണ ഉണ്ട് എന്ന കാര്യം നമുക്കറിയാം. ഇന്ത്യയിലെ പല മാധ്യമങ്ങളും കരുതുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ കരുതുന്നത് അയാൾ ജയിക്കുമെന്നാണ്, വലിയൊരു അടിത്തറയുണ്ട് എന്നൊക്കെ ആണ് കരുതുന്നത്. അപ്പോൾ മേയർ തെരഞ്ഞെടുപ്പിൽ പക്ഷേ നിരവധി ഘടകങ്ങൾ ഉണ്ട്. അത് പ്രതികൂലമായി ബാധിച്ചേക്കാം എന്ന ചില സൂചനകൾ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന്, പ്രത്യേകിച്ച് ന്യൂയോർക്കിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അതിലെ ഒന്നാമത്തെ പ്രധാന വെല്ലുവിളി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ വീക്ഷണങ്ങളാണ്. നമുക്കിവിടെ മലയാളികൾക്കൊക്കെ വലിയ സ്വീകാര്യമായി തോന്നുന്ന ഒരു ആശയമാണ് അയാൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ ആശയങ്ങൾ യുവ വോട്ടർമാർക്കിടയിലോ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകൾക്കിടയിലോ ഒക്കെ വലിയ ആകർഷണീയമായി തോന്നാം.
പക്ഷേ അമേരിക്കയിലെ കൂടുതൽ മിതവാദി വോട്ടർമാരുള്ള പ്രദേശത്ത് ഇത് അത്ര കണ്ട് ഫലം ചെയ്യുമോ എന്ന് സംശയമുണ്ട്. അതുപോലെ മുതിർന്ന വോട്ടർമാർക്കിടയിൽ അത് ഇത്തരം തീവ്രമായ ആശയങ്ങൾ അത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുമോ എന്ന സംശയം അവിടെ ഉണ്ട്. ചില ന്യൂയോർക്കുകാർ ഈ നയങ്ങളെയൊക്കെ കൃത്യമായി എതിർക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഈ ഭവന നിർമ്മാണത്തിലും പോലീസിങ്ങിലും ഒക്കെയുള്ള ഈ മാറ്റങ്ങൾ അതൊക്കെ വലിയ അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും എന്നവർ ആശങ്കപ്പെടുന്നു. മറ്റൊരു പ്രധാന വെല്ലുവിളിയായി മംദാനിക്ക് വരുന്നത് റിയൽ എസ്റ്റേറ്റ് ലോബിയുടേതാണ്. ബിസിനസ് താല്പര്യങ്ങളെ മുഴുവൻ ഈ മംദാനി വരുന്നതോടുകൂടി അത് ബാധിക്കും എന്നവർ കരുതുന്നു. അപ്പോൾ ഈ ബിസിനസ് താല്പര്യങ്ങളെ സ്വാധീനിക്കുമെന്നതിനാൽ തന്നെ അത് റിയൽ എസ്റ്റേറ്റ് മേഖല കുറേ കൂടി ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കാണുന്നതെന്നുള്ള ഒരു വിവരങ്ങൾ അവിടുന്ന് വരുന്നുണ്ട്. ഗുഡ് കോസ് എവിക്ഷൻ, വാടക സംരക്ഷണം പോലുള്ള മംദാനിയുടെ നയങ്ങൾ ഭൂ ഉടമകളിലും അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാർക്കിടയിലുമൊക്കെ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പുകൾ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഫണ്ടിങ്ങിനെയും അതുമായി ബന്ധപ്പെട്ട ശൃംഖലയെയും ഒക്കെ ഇത് ബാധിക്കും. അതോടൊപ്പം തന്നെ അത് അവരുടെ ഒരു പ്രചരണം ഇതിൻ്റെ ഭാഗമായി നടക്കും. അത് ഒരുപക്ഷെ പരസ്യപ്രചാരണമായിരിക്കില്ല, ചിലപ്പോഴത് ഒരു രഹസ്യ തോതിൽ നടക്കുന്ന ഒരു പ്രചരണമായിരിക്കാം. അപ്പോൾ അത് അത്തരം പ്രചരണങ്ങൾക്ക് വലിയ ധനസഹായം ഈ ബിൽഡർമാരും അതുപോലെ ഈ പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സും ഒക്കെ നൽകും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് സന്ദേശങ്ങൾ ഇങ്ങനെ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കും. അത് പ്രത്യേകിച്ച് ഇങ്ങനെ വ്യക്തമായൊരു തീരുമാനമൊന്നും ഇല്ലാത്ത വോട്ടർമാർക്കിടയിൽ അത് വലിയ ഒരു സ്വാധീനം ചെലുത്തും. അങ്ങനെയൊക്കെ ചില ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ വോട്ടർമാരുടെ ഒരു രീതി, അത് അവർ എന്താണ് പൊതുവെ ഏത് ഭാഗത്തേക്ക് ചായുന്നു എന്നതൊരു വലിയ ഘടകമാണ്. അപ്പോൾ മംദാനിയുടെ ഏറ്റവും ശക്തമായ പിന്തുണ യുവ വോട്ടർമാരാണ്, തൊഴിലാളി വിഭാഗമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വോട്ടർമാർ പലപ്പോഴും ഇത്തരം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ പോളിംഗ് ബൂത്തിലേക്ക് വരാറില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ഇത് ഒരുപക്ഷെ ആശയപരമായി ഇവർ പറയും, പക്ഷേ പോളിംഗ് ബൂത്തിൽ ഇത് ഫലം കാണുമോ എന്ന ഒരു സംശയം ഉണ്ട്. അപ്പോൾ ഇത്തരം ഗ്രൂപ്പുകാർ കുറഞ്ഞ സംഖ്യയിലാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. പോളിംഗ് കുറവാണെങ്കിൽ അത് ഇത് മുൻതൂക്കത്തെ ഗണ്യമായി ബാധിക്കും. മറ്റൊന്ന്, ഈ പൊതുസുരക്ഷയെയും പോലീസിങ്ങിനെയും സംബന്ധിച്ചുള്ള ആശങ്കകൾ വലിയ ഒരു സ്വാധീനം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ കടുത്ത ശിക്ഷകൾക്കൊക്കെ എതിരെയുള്ളൊരു നിലപാട് അതവിടെ കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കും എന്നൊക്കെ പലരും കരുതുന്നു. അപ്പോൾ അതൊക്കെ മംദാനിയുടെ സാധ്യതകളെ ബാധിക്കും എന്ന് പറയുന്നുണ്ട്. കാരണം ഈ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചുള്ള നയത്തിൽ ഒരു മൃദു സമീപനം അല്ലെങ്കിൽ ഒരു ആദർശ സമീപനം ഒക്കെ പലരും ഭയക്കുന്നുണ്ട്. അപ്പോൾ അത് എതിർ സ്ഥാനാർത്ഥികളൊക്കെ ഒരു ചെറിയൊരു നേട്ടം ഉണ്ടാക്കിയേക്കും. ഇപ്പോൾ മിതവാദികളായ വോട്ടർമാർ, മുതിർന്ന വോട്ടർമാർ ഏതെങ്കിലും ഒരാളുടെ പിന്നിലേക്ക് അണിനിരന്നാൽ അത്, അല്ലെങ്കിൽ ഒറ്റ എതിരാളിയുടെ പിന്നിലേക്ക് അണിനിരന്നാൽ അത് ഒരു പ്രതിപക്ഷ ഐക്യത്തിന് അവിടെ വഴിവെക്കും. അത് മംദാനിക്ക് മറികടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊരു സാഹചര്യം വരുന്നുണ്ട്. ഇപ്പോൾ ആൻഡ്രൂ ക്യുമോൻ്റെ കാര്യം എടുത്താൽ അയാൾക്ക് വലിയ അംഗീകാരമുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഒപ്പം തന്നെ പ്രൈമറിയിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി വലിയ അനുഭവ പരിചയം ഉള്ള ആളാണ്. പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ നീങ്ങണമെന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ്. അത് ശക്തമായൊരു നേതാവാണ്. വോട്ടർമാരെ ബന്ധപ്പെടുന്നതൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഫലം കണ്ടേക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആൻഡ്രൂ ക്യുമോ മേയർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നൊരു വലിയ വിഭാഗമുണ്ട് ന്യൂയോർക്കിൽ. മാത്രമല്ല, അയാൾ ന്യൂയോർക്കിലെ മുൻ ഗവർണർ എന്ന നിലയിൽ അവിടെ ജനങ്ങളുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. വലിയ സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നറിയാവുന്ന ഒരാളാണ്. അതൊക്കെ വ്യക്തമായി മനസ്സിലായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്വാധീനം അങ്ങനെ ആ നിലയ്ക്ക് ലഭിക്കാം. പ്രത്യേകിച്ച് ഈ പ്രായമായ വോട്ടർമാർ, അതുപോലെ കുറച്ചുകൂടെ ഒരു മിതവാദി വോട്ടർമാർ ഒക്കെ ഇത്ര കടുത്ത നിലപാടുകൾ സ്വീകരിക്കാത്ത, വലിയ റവല്യൂഷണറി വിപ്ലവകരമായ ആശയങ്ങളൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ യാഥാസ്ഥിതിക വോട്ടർമാർ, അവരൊക്കെ ചിലപ്പോൾ മംദാനിക്കെതിരെ നിൽക്കാനുള്ള ഒരു സാധ്യത പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ആ ഗ്രൂപ്പുകളുടെ ആണ് എണ്ണം കൂടുതൽ. എണ്ണം നോക്കുകയാണെങ്കിൽ ഇത്തരക്കാരാണ് കൂടുതലായും വോട്ടിങ്ങിന് വരുന്നത്. അപ്പോൾ സാധാരണ തീരുമാനങ്ങൾ കൃത്യമായി എടുക്കാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുവരെ ആരുടെയെങ്കിലും ഒരു പക്ഷത്ത് നിലയുറപ്പിക്കാത്ത വോട്ടർമാർ കൂടുതലായും മറുപക്ഷത്തേക്ക് ചായുമോ എന്ന് ഒരു സംശയം അവിടെ ഉയരുകയാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ ആൻഡ്രൂ ക്യുമോയിന് വിജയിക്കാനാകും, മത്സരത്തിൽ കാര്യമായ നേട്ടം കൈവരിക്കാനാകും. പക്ഷേ ഏതായാലും ഇത് അവിടെ ഒരു കാര്യം ഉറപ്പാണ്, ട്രംപ് നേരിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ട്രംപ് പരാജയപ്പെടുമോ ജയിക്കുമോ എന്നൊരു ചോദ്യമാണ് പ്രധാനമായി ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത്. അവിടെ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നല്ല, ആ തെരഞ്ഞെടുപ്പിൽ
ട്രംപ് ഒരു നിലപാട് സ്വീകരിക്കുന്നു, ആ നിലപാടിനെ ആ പട്ടണം അംഗീകരിക്കുമോ, അവിടുത്തെ ആ പട്ടണ നിവാസികൾ അംഗീകരിക്കുമോ എന്നതാണ് പ്രധാനമായ ഒരു ചോദ്യമായി ഉയരുന്നത്. അപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിസ്റ്റുകൾക്കിടയിലൊക്കെ സ്വീകാര്യമായ ഒരു നയം അത് ചിലപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അത്ര കണ്ട് വിജയിക്കുമോ എന്ന സംശയം ബാക്കിയാവുകയാണ്.